ഹായ്. അപ്പോഴേ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാനിപ്പം പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ, മുറ്റത്ത് ഇറങ്ങി. കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും വൈകുന്നേരത്തെ കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാനും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനും കൂടി ഇറങ്ങിയതാണ്. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ ഒരു നാരങ്ങ പഴുത്തിട്ടുണ്ട്, അതൊന്ന് പറിച്ചെടുക്കാം. അത് ഇനി ഇവിടെ വെച്ചാൽ നടക്കൂല. കണ്ടോ, വീണ് പോയി കഴിച്ച്, വീണ് പോയി അല്ലോ, വീണ് പോയി. തൊട്ട് കഴിഞ്ഞാൽ വീണ് പോകും കേട്ടോ, പഴുത്തതായതുകൊണ്ടാണ്. നന്നായിട്ട് മഞ്ഞ കളർ അടിച്ചിട്ടില്ല, എങ്കിലും നല്ല നീരുള്ള നാരങ്ങയാണ്. മുമ്പേ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പൊന്നിന്റെ കയ്യിൽ നിന്ന് അതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് താഴെ വീഴും. അത് ചിലതൊക്കെ പഴുക്കാനായിട്ടുണ്ട്. പിന്നെ ഇതാ നിറച്ചും നാരങ്ങ ആവുന്നുണ്ട് കേട്ടോ. ഓൾ സീസൺ നാരങ്ങ എന്ന് തന്നെ പറയാൻ പറ്റുവേ. പിന്നെ നാരങ്ങ തൊട്ടപ്പോ തന്നെ അതിന്റെ മണം വരും, നാരങ്ങയുടെ നല്ല സ്മെല്ല്. ഇത് അറിയാലോ, അത് ശരിക്കും ഒരു മരുന്നും കൂടെയാണ്. കാരണം വോമിറ്റിംഗ് ഒക്കെ ഉള്ളവർക്ക് സൂപ്പർ സംഭവം ഇത് കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളമാണ് മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ കുറച്ച് ഈ ബുഷായിട്ടൊക്കെ നിൽക്കുന്ന ചെടികളില്ലേ, അതായത് ഓലച്ചെടികൾ, അങ്ങനത്തെ ചെടികളൊക്കെ, അതിന് ഞാൻ ചെയ്യുന്ന ഒരു വളം എപ്പോഴെങ്കിലും വല്ലപ്പോഴേ ചെയ്തു കൊടുക്കാറുള്ളൂ. പിന്നെ ഫുൾ ടൈം ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല. അത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കും കേട്ടോ. കാരണം കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ലായ്മ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കുറേ ഇംഗ്ലീഷ് വളങ്ങളോ അല്ലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ ചെടിക്ക് ഓവർ ചെയ്യാത്തതാണ് നല്ലത്. കാരണം ഞാനിവിടെ അങ്ങനെ അത് ചെയ്യാറില്ല. മാക്സിമം എല്ലുപൊടി അങ്ങനത്തെ എന്തെങ്കിലും ഒരു വർഷം ആകുമ്പോൾ ഒരു 2 or 3 പ്രാവശ്യം ചിലപ്പോൾ ചെയ്തു കൊടുക്കും. മാക്സിമം ഒരു 1-2 പ്രാവശ്യമേ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ കാരണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ജൈവവളം ഇല്ലേ, ചാണകപ്പൊടി, അങ്ങനത്തെ വളങ്ങളൊക്കെയാണ് ഞാൻ എപ്പോഴും കൂടുതൽ ചെയ്യുന്നത്. ചാണകപ്പൊടി ഞാൻ ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞ പോലെ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് പരമാവധി. അപ്പോൾ ഞാനിപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും ഈ ടൗൺ ഏരിയയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മലയോരത്താണേലും അതുപോലെ ഗ്രാമപ്രദേശം, നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ തൊഴുത്തുകൾ, അതായത് പശുക്കളുണ്ടാവും മിക്ക വീടുകളിൽ. അപ്പോൾ ആ പശുക്കളുടെ തൊഴുത്ത് നമ്മൾ കഴുകിയിട്ട് വിടുന്ന ഒരു വെള്ളമുണ്ട്. അതിൻ്റെ യൂറിനെല്ലാം കൂടെ പോയിട്ട് ഒരു കുഴിയിലേക്കാണ് പോയിട്ട് വീഴുക. അപ്പോൾ ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ഒന്ന് മുക്കി ഇളക്കി ആ വെള്ളം നമ്മൾ കോരി, അതായത് നമ്മുടെ മേത്ത് പറ്റും, മണക്കും, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ചെടികളുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന ഏറ്റവും സൂപ്പർ വളം അത്. അതായത് റോസ് പോലത്തെ ചെടികൾ, അങ്ങനെ പൂക്കളുണ്ടാകുന്ന ഏത് ചെടിക്കും അല്ലാത്തതിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വളമാണ് ഈ തൊഴുത്ത് കഴുകി വിടുന്ന വെള്ളം. അതുപോലെ പശുവിൻ്റെ യൂറിൻ ചെന്ന് ചേരുന്ന വെള്ളം, അതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് കിടക്കുന്ന വെള്ളം. അത് നമ്മൾ നല്ലപോലെ ബക്കറ്റോ അല്ലെങ്കിൽ എന്തായിട്ട് നമുക്ക് കുത്തി ഇളക്കാൻ പറ്റുന്ന അതൊന്ന് ഇളക്കി, നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം വലിക്കുമ്പോൾ സാധാരണ നമ്മൾ തൊട്ടിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അതൊന്ന് വലിച്ച് താഴെയും പൊക്കുകയും ചെയ്യുന്നില്ലേ, താത്തയും പൊക്കെ, അതേപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് ആ വെള്ളം നമ്മളെടുത്ത് ചെടികൾക്ക് ചുറ്റും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാലില്ലേ, റോസപ്പൂവൊക്കെ എൻ്റെ മക്കളെ എത്രയാ പൂത്തൊലഞ്ഞ് വരുവാന്നറിയാവോ. ശരിക്കും ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എൻ്റെ ഇവിടെയല്ല കേട്ടോ, എന്നാലും ഞാനത് ചെയ്ത് പരീക്ഷിച്ചിട്ടുണ്ട്. വേറെ ഒരു വളവും നമ്മൾ ചെയ്യണ്ട. റോസപ്പൂക്കളൊക്കെ ഇഷ്ടം പോലെ കായ്ക്കും. അപ്പം പൂവെന്താണോ, അത് ഏത് ചെടിക്കാണോ പൂവ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബുഷായിട്ട് നിൽക്കുന്നത് കാണുന്നത്, അല്ലെങ്കിൽ വാഴകൾ, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൂപ്പർ വളം കേട്ടോ ഞാൻ ഈ പറഞ്ഞ തൊഴുത്ത് കഴുകിയ
വെള്ളം കേട്ടോ. അതിപ്പോൾ ചെയ്യുന്നവർ ചെയ്യാനല്ല ഞാൻ പറയുന്ന, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ അതും ചെയ്യാൻ പറ്റൂല, നമുക്കതൊന്നും ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ചും അതൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ മേടിക്കുന്ന ചാണകപ്പൊടിയാണെങ്കിലും അതൊരു 2 ദിവസം നമ്മൾ പുളിപ്പിക്കാൻ വെക്കണം. വെള്ളം ഒഴിച്ച് ആ ചാണകപ്പൊടി നമ്മൾ പുളിപ്പിക്കാൻ വെക്കണം. പുളിപ്പിക്കാൻ വെച്ചിട്ട് നമ്മളത് നമ്മുടെ ചെടികൾക്ക് പിന്നെ കുറച്ച് വെള്ളം എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ആ പണിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം എനിക്കിവിടെ തൊഴുത്തില്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ ചാണകപ്പൊടിയാണല്ലോ, ഞാനതാണല്ലോ ചെയ്യുന്നതും. അപ്പം ആ വളം പിന്നെ ചാണകം ഞാൻ 2 ദിവസം മുമ്പേ 10 ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഇട്ട് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതെന്താ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. നിങ്ങൾക്കിപ്പോൾ വർത്താനമൊക്കെ കുറച്ച് നീണ്ടു പോയെന്നൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ തോന്നണ്ട. ഞാൻ പറഞ്ഞു തന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള വളമാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്യാത്തവർ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. നമ്മൾ പീടികയിലൊന്നും പോയിട്ട് മേടിക്കണ്ട. ഇനി അടുത്ത് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക. എനിക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ഒഴിക്കും. പക്ഷേ എനിക്കിപ്പം ബക്കറ്റും തൂക്കി വേറെയുള്ള സ്ഥലത്ത് പോയിട്ട് അതൊന്നും എടുത്തുകൊണ്ട് വരില്ല, അത്ര കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നടക്കില്ല. ഒന്നാമത് ടൗണിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ അത് കിട്ടാനും പ്രയാസമാണ്. അപ്പം നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കിട്ടുന്നവർ അതൊക്കെ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിനി അടുത്ത ആ പണിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വായു. അങ്ങനെ ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൈയും കൊണ്ടൊക്കെ ഇളക്കാൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൗ ഇട്ടിട്ടൊക്കെ ഇളക്കുക, അല്ലെ പാട്ടയിലൊക്കെ ഇതാക്കുക. പക്ഷെ പാട്ടയിലിട്ട് കഴിഞ്ഞാൽ ഈ ചാണകം നമുക്ക് ഞെരടി എടുക്കാൻ പറ്റൂല. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ സ്കിന്നിന് അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഹെൽത്ത് ഒന്ന് നോക്കിയിരുന്നാൽ ഞാനങ്ങനെ നോക്കിയിരിക്കൂല. എനിക്ക് അങ്ങനെ ഒന്നും കിട്ടാനൊന്നുമില്ല. സ്കിന്ന് നമുക്ക് പരമാവധി ഡോക്ടറൊക്കെ കാണിച്ച് പോകാൻ പറ്റുന്നൊക്കെയാണ് ഞാൻ കളയും കേട്ടോ. അല്ലാണ്ട് അകത്ത് കയറി വെയിൽ കൊള്ളാതെ ഒന്നും ഇരിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ലേ ഇല്ല. ഞാൻ വെയിലാണേലും മഴയാണേലും ഒക്കെ ഞാൻ പുറത്തോടെ നടക്കുന്ന ആളാട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിൽ ഓരോരുത്തർക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. എന്നാലല്ലേ ആ ചാണകമൊക്കെ ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇതും കൊണ്ട് നമുക്ക് വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. നമ്മൾ നല്ല വൃത്തിയിൽ കൈയൊക്കെ കഴുകിയാൽ മതി, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇത് ഇളക്കുന്നതുകൊണ്ടൊന്നല്ല എനിക്ക് സ്കിന്നിൻ്റെ അലർജി ഒന്നും വരുന്നതേ. എനിക്ക് അങ്ങനെ വന്നതൊന്നും അല്ല അത് ചൂട് കൂടുതൽ ശരീരത്തിന് അടിക്കുന്നതുകൊണ്ട് വന്നു പോകുന്നതാണ്. അപ്പം ഇതിനി വേറൊരു ബക്കറ്റിലേക്ക് നമുക്ക് മാറ്റണം. ഞാനൊരു ബക്കറ്റോ ഡ്രമ്മോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഞാനൊരു ഡ്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത് എല്ലാ ചെടികൾക്കും ചെയ്യാൻ പറ്റിയല്ലേ. എൻ്റെ കുറച്ച് ഫ്രണ്ടിലുള്ള ചെടികൾക്ക് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ കേട്ടോ. നോമ്പിൻ്റെ ഇടയ്ക്ക് ഈ പണിയും കൊണ്ടൊന്നും നടന്നാൽ കാര്യം നടക്കുകയില്ല, എല്ലാം കൂടെ അവതാളത്തിലാവും. മാത്രമല്ല എല്ലാ ചെടികൾക്ക് ഇത്രയും ഇതൊന്നും എത്തുകയില്ല. അപ്പം ഞാനിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നല്ല നല്ല ചെടികൾ, ഓലച്ചെടികളുണ്ട്. ഓലച്ചെടികളെ ഞാൻ കൂടുതൽ ഇതിൻ്റെ അകത്ത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് അവർക്ക് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അതായത് ഞാൻ നല്ല ഉണങ്ങിയ ചാണകമായിരുന്നു കേട്ടോ നമുക്ക് കിട്ടുമ്പോഴേ. അത് ഞാനിങ്ങനെ കുതിർത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. അതുണ്ടോ ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് ആ വെള്ളം നല്ല പച്ച കളറിൽ വന്നിട്ട് കണ്ടോ. അപ്പം ഇനി ഞാനിത് കൈയും കൊണ്ട് നന്നായിട്ട് തിരുമ്മി ഇങ്ങനെ ആക്കും. എനിക്ക് അങ്ങനത്തെ അറപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ എല്ലാം നോക്കിക്കൊണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോവും. ഇതിൻ്റെ ഈ ചണ്ടിയില്ലേ, ഇത് ഞാൻ കളയല കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വേറെ ഉള്ളതിന് അതിൻ്റെ ചോട്ടിലോട്ട് പരമാവധി ഇട്ട് കൊടുക്കാൻ പറ്റുന്നൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളം നനയുന്നതിനനുസരിച്ച് ഇത് കുതിർന്ന് അവിടെ കിടക്കുവേ. ദിദി അവളും വന്നിരിക്കുക, അവൾക്കും കാണണമല്ലോ. അതിന് ഞാൻ ഈ ഡ്രമ്മിലേക്ക് അങ്ങ് ഇനി എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തോട്ട് എത്രയാ വെള്ളം, ഒരു 3 ബക്കറ്റ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യും ഇതിൻ്റെ അകത്തോട്ട്.
നല്ല തെളിഞ്ഞ വെള്ളമല്ല എന്നാ കട്ടിയുമല്ല, ആ തരത്തിലാട്ടോ ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഒന്ന് ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു തരുന്ന കേട്ടോ. അല്ല, ഞാൻ ഇതെപ്പോഴും ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ അത് എടുത്തിട്ട് കാണിച്ചാൽ നിങ്ങൾക്കൊരു ഗുണമായില്ലേന്ന് വിചാരിച്ച് കാണിച്ചു തരുന്ന കേട്ടോ. അങ്ങനെ 3 ബക്കറ്റ് വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് മുക്കിയിട്ട് നമ്മൾ ഓരോ പാട്ട വെച്ചിട്ട് നമ്മുടെ ഓലച്ചെടിക്ക് അങ്ങനെയുള്ള പരമാവധി ഇത് ഒഴിക്കാൻ പറ്റുന്ന ചെടികൾക്കൊക്കെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുവേ. എന്നിട്ട് പിന്നെ ഇന്ന് വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നാളെ നനച്ചു കൊടുക്കുന്ന പോലെ തന്നെ നനച്ചു കൊടുത്താൽ മതിയേ. നനച്ച് മറിഞ്ഞു അധികം ഇതൊന്നുമില്ല കേട്ടോ, നല്ല ആ കളറ് തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടി ഇച്ചിരി എല്ലുപൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ എല്ലുപൊടിയൊക്കെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് അവർക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്യാനാണ് സമയം കിട്ടാണ്ടായി പോയത്. അപ്പം ഇന്ന് അതും കൂടെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു. വാ, എൻ്റെ ഓലച്ചെടി കണ്ടോ നിങ്ങൾ? ഇതിനി ഇങ്ങനെ എടുക്കുക, ഓരോ പാട്ട വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, വലിയ പണിയൊന്നും അല്ലേ. കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യണേ എന്താ വേണ്ടത്, ചെടികളോടുള്ള ഒരു ഇഷ്ടവും കൂടി വേണം കേട്ടോ. പിന്നെ വീട്ടിലുള്ളവരും കൂടി സഹകരിക്കണം. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് തന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ വീട്ടിലുള്ളവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം പണി ഒരുങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇവർക്കെല്ലാവർക്കും ഇതിന് ഓരോ കപ്പ്, ഇത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ് കേട്ടോ. അതിന് ഓരോ പാട്ട വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് എടുത്തിട്ട് വരട്ടെ. അങ്ങനെ അടുത്തതും കൊണ്ടുവന്നു കേട്ടോ. ഇതാകെ ടോട്ടല് പിന്നെ 4 ബക്കറ്റ് വെള്ളമുണ്ട്. 3 ഞാൻ ഒഴിച്ചതും 1 ഞാൻ ആദ്യം പിന്നെ ചാണകം കുതിർത്ത് വെച്ചതും കൂടെ, അങ്ങനെ 4 ബക്കറ്റ് വെള്ളം. അപ്പൊ ഇന്ന് പരമാവധി ഒഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. മറ്റുള്ളവർക്ക് ദേഷ്യം പിടിക്കുമെന്നറിയില്ലേ. അതെ, അവിടെ ഇരിക്കുന്ന 2 സൈഡിനാണ് ഇവിടെ. അതെ, അവിടെ ഇരിക്കുന്ന 2 ചെടി കണ്ടോ, ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടത്. അതേ ചെടി ഇപ്പുറത്തുണ്ട്, ആ ചെടിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേ അപ്പുറത്തെത്തി. ഈ ചെടികളിലൊക്കെ തവള വന്നിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരു തവളയെ പിടിച്ചായിരുന്നു, മരം പോലെ ഇരുന്നു തവള. ആ ചെടിക്കൊക്കെ നമുക്ക് പിന്നെ അത് ചൈനീസ് ഡോൾ എന്നാ പറഞ്ഞ അതിന്റെ പേര്. ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഏതിന്റെ? ഇത് ഈ ചെടിയുടെ ചൈനീസ് ഡോൾ ആവുമല്ലോ ആ ചെടിയുടെ പേര്. അപ്പൊ അതൊക്കെ ഇങ്ങനെ പച്ചപ്പ്, നല്ല പച്ചപ്പ്, നമുക്ക് എപ്പോഴും കണ്ണിന് കുളിർമയാണല്ലോ. ഇതാട്ടോ ചൈനീസ് ഡോള്, ഇതാട്ടോ ചൈനീസ് ഡോൾ എന്നാണ് പറഞ്ഞത്. ഇനി ഇതൊക്കെ ഒഴിച്ച് ഇവിടെ ഉള്ള നമ്മുടെ കബനി മുല്ലയ്ക്ക് ഒഴിക്കണ്ടേ. ഇനി ഇവർക്ക് ഒഴിക്കണം എന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാണകപ്പൊടി, പിന്നെ വേറെ 16-12. അപ്പൊ ഒരു ബോഗൺവില്ലയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു 10-23 അങ്ങനെ എന്തോ ഒരു സാധനം. 10-16 10-16 എന്തോ
എന്തൊരു ഇത് കുരുവെല്ലാം ആണോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് ഞാൻ ഒഴിക്കുന്നില്ലേ, ഇനി ബാക്കിയുള്ളതിന് ഞാൻ ഒഴിക്കാം. അതായത് പടിയിട്ടുണ്ട്, ഹൈറ്റും ഉണ്ട് സംഭവം. അപ്പൊ പരമാവധി ഒഴിച്ചു കൊടുക്കട്ടെ. അതെ, കബനി മുല്ലൊക്കെ ഒഴിക്കുകയാണ്. അതും ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവള് നല്ല ഇതായിട്ട് വന്നിട്ട് പിന്നെയും പൂവിടാൻ തുടങ്ങി. ആര്? ഇതാ ഈ നടുക്ക് നിക്കുന്നവള് കബനി മുല്ല. കബനി മുല്ല, അതാണ് പേര്. അതെ, ഇവളെയാണ് നമ്മൾ ആദ്യം മേടിച്ചത്. ഇവളാണ് ഇവിടുത്തെ ആദ്യത്തെ കുട്ടി ഇതില്. അതെ, പിന്നെ ഇവര് 2 പേര് അല്ല, ഇവര് 4 പേര്, സൈഡിലുള്ള 4 പേര് ഇവള് വന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലേ വന്നത്. അവളുടെ മണം കണ്ടിട്ട് ഞാൻ പോയി മേടിച്ചോണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം മേടിക്കാൻ പോയതാണ്, പക്ഷെ ആ ഒരെണ്ണത്തിൽ നിന്നും നമ്മൾ 4 മേടിച്ചു. ഇതിനൊക്കെ കുറേശ്ശെ മതി കേട്ടോ, കാരണം ഒരുപാട് അങ്ങനെ കുത്തി ഒഴിച്ചിട്ട് കാര്യം. താക്കോൽ പെട്ടി. ഞാൻ ഏതേലും ചെടി ഉണങ്ങി പോന്നോന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുറുക്ക് വഴി എടുത്തിട്ട് പോകും അവരുടെ കൂടെ. എന്നിട്ട് കുറുക്ക് ബുദ്ധി ഉണ്ടല്ലോ, കുരുട്ട് ബുദ്ധി, അതും എടുത്തു പോയിട്ട് ഞാൻ അവരെ ഉയർത്തെഴുന്നേപ്പിച്ച് കൊണ്ടുവരും ഗൈസ്. ഞാനതാ മുതൽ. അത് ഞാൻ പറയാൻ കാരണം ഇത് ഇവര് തന്നെയായിരുന്നു. ഇത് ഇവര് ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ഇവരെ ഇങ്ങനെ എനിക്ക് കിട്ടുമെന്നേ. പക്ഷെ എന്തായാലും എനിക്ക് നല്ല അടിപൊളിയായി കിട്ടിയോണ്ട് സമാധാനായി. അടുത്ത ട്രിപ്പ് എടുത്തിട്ട് വരും. എടുത്തിട്ട് വരട്ടെ. ഇത് അടുത്തതും വന്നു. കഴിഞ്ഞോ? ഇല്ല, ഇനി ഒരു ബക്കറ്റും കൂടി ഉണ്ട്. 3 എടുത്ത ടോട്ടൽ. 4 ബക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ അവളുമാരൊക്കെ വെള്ളം കുച്ചിട്ട് ഇല്ലേ. ബോഗൺവില്ലൊക്കെ ഒന്നുമില്ല. ബോഗൺവില്ലക്ക് വേറെ മരുന്ന് ഇത് വളം നമ്മളന്ന് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് വിചാരിച്ച അതിനും ചെയ്യണ്ടാവും. ഇതിന് ഞാൻ 2 പാട്ട് ഒഴിക്കുന്നുണ്ട്. അതെന്നാ പരിപാടിയാ? ഇത് വലുതായതുകൊണ്ട്. ഓഹോ, അപ്പൊ എന്താ ബുഷ് ഓറഞ്ച് വലുതല്ലേ? ബുഷ് ഓറഞ്ചിന് അത്യാവശ്യം ഇതുണ്ട്. ജാതി ഒഴിച്ചതല്ലേ? ജാതിക്ക് ഒഴിക്കട്ടെ. നീ ജാതി ഒഴിച്ചില്ലേ? ഇല്ല, അവൾക്ക് ഒഴിച്ചില്ല. ആ സ്ഥലം വിട്ടിട്ടാണോ ഇവിടെയൊക്കെ വന്നൊഴിച്ചേ? അവളോട് എനിക്ക് ദേഷ്യാണ്. എന്തേ? അവളെ എന്നെ നേരത്തെ കലമ്പൂന്ന് വെറുതെയെങ്കിലും. എന്താ കലമ്പിയേ? എന്തെല്ലോ പറഞ്ഞു. എന്താ കലമ്പിയേ? അവൾക്ക് കുശുമ്പുണ്ട്. ഇങ്ങോട്ടോ, വലിയ മാവിനൊഴിച്ചാ നടക്കുകയില്ല. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ബക്കറ്റൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ.
അപ്പം എൻ്റെ പ്രത്യേക വളം ചെയ്യൽ കണ്ടല്ലോ അല്ലേ. ഇപ്പം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാക്കി കുറച്ചുണ്ട്. ഒന്നെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാം, അല്ല അതിന് മുമ്പേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് വിഷമമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ അതൊന്ന് കയറി കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ വിജയിപ്പിക്കണം. നമ്മൾ എന്തായാലും എന്താ പറയണ്ടേ, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്ന് ഒക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ പറയാൻ പറ്റിയല്ല, മനുഷ്യന്മാരുടെ ഓരോ കാര്യമാണ്. നിമിഷ നേരം വെച്ചിട്ട് മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ കുടുംബമായാലും അയൽക്കാരാണേലും ആരാണെങ്കിലും ആർക്കും ഒരാൾക്കും പിന്നെ അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഒരാൾ നന്നാകുന്നത് വേറൊരാൾക്ക് കാണാൻ പറ്റൂല. അത് ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വരും ദിവസങ്ങളിലൊക്കെ പറഞ്ഞു തരാം കേട്ടോ, ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നുള്ളത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ വീണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. മോളെന്നെ നോക്കുന്നുണ്ട്, ഈ ഉമ്മ എത്ര പ്രാവശ്യം ഇത് പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ.